ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. കുറച്ച് ദിവസത്തേക്ക് ഇക്കാക്ക് പണിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ചെറിയ പണി തീർക്കാൻ വിചാരിച്ചു. അതിലൊന്നാമത്തെയാണ് ഞങ്ങളുടെ വണ്ടി കഴുകൽ. അത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി കഴുകാൻ ഞങ്ങൾ 3 പേരും കൂടി ആട്ട കഴുകണം. ഇക്കാക്ക് ഇച്ചിരി കഴുകിക്കാൻ പിന്നെ റിയാപ്പ് കഴുകാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ അവൻ കഴുകി അവൻ്റെ രീതിയിൽ അവനും കഴുകണുണ്ട്. പിന്നെ അവൻ സോപ്പ് പത എടുത്ത് വണ്ടിക്ക് ഒഴിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. പോയത് മൊത്തം നിലത്താണ്. അത് പിന്നെ ഇക്കാക്ക വാങ്ങിച്ച് പിന്നെ ഇക്കാക്ക ഒഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇക്കാക്ക വെച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ കൈവേന എടുക്കണം എന്നിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും കഴുകാൻ കൂടി. എന്തായാലും നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ ഇക്കാക്ക പോയി വെള്ളം എടുക്കാൻ പോയി പത കളയാൻ വേണ്ടി. അങ്ങനെ പോയി വെള്ളം എടുത്ത് ഇക്കാക്ക വെള്ളം ഒഴിക്കൽ. അത് കഴിഞ്ഞ് പിന്നെ റിയാപ്പിനെ ഞങ്ങൾ മുടി വെട്ടിക്കാൻ പോയി. കാരണം പെരുന്നാളിന് പോലും അവനെ മുടി വെട്ടിച്ചിട്ടില്ല, നേരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് വെട്ടാന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ നേരെ മുടി വെട്ട് കടയിൽ ചെന്ന് സാധാരണ ഒരു കുട്ടീനെ പിടിച്ച് നിർത്തണമല്ലോ ഒരാൾ, എന്നിട്ടല്ലേ വെട്ടണ്ട. ഇത് പിന്നെ അവൻ്റെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവനക്ക് ഭയങ്കര ഇഷ്ടം മുടി വെട്ടണം. അങ്ങനെ ഇരുന്ന് കൊടുത്ത് അതിന് പിന്നെ ഞങ്ങൾ നേരെ വിട്ട് ലുലുവിൽ. അവനിക്ക് എപ്പോഴും ലുലു പോയാൽ മതി. കാരണം ഈ ഒരു റൈഡാണ് അവൻ്റെ ഫേവറേറ്റ് റൈഡാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടം. സാധാരണ ആ പോലീസ് വണ്ടിയിൽ അവൻ കയറണം, അതെന്തോ കംപ്ലൈൻ്റ് ആയെന്ന് തോന്നുന്നു, അവിടെ മാറ്റി ഇട്ടേക്കണേന്. അപ്പോൾ ഈ പ്രാവശ്യം അവൻ ടാക്സി വണ്ടിയിലാണ് കയറിയത്. അവൻ എപ്പോൾ ലുലു പോകണമെന്ന് പറഞ്ഞാൽ ഈ റൈഡിൽ കളിക്കണം. ഇവിടുത്തെ റൈഡുകൾ അവനക്ക് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ അതിൽ കുറച്ച് നേരം കളിച്ചു പിന്നെ ഈ വണ്ടി കയറി. ഇതും അവൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ ഗെയിം കളിക്കണേന് കേട്ടോ. കാരണം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യണമല്ലേ, വെറുതെ ഗെയിംസ് ഉണ്ടെങ്കിൽ മിസ്സാകണം. അങ്ങനെ ഞാനും കളിച്ച് ഗെയിം. അവൻ വണ്ടി ഓടിച്ച് എന്താണെന്നല്ലേ പതിവില്ലാതെ ഈ വണ്ടിക്കൊരു പ്രത്യേക ഭംഗി. ഒന്നൊന്നും മെനയ പോലെ മുമ്പ് ഇത്രയും കളർ എനിക്ക് തോന്നിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ KFC കഴിക്കാൻ പോയി. 299 രൂപേൻ്റെ ഒരു ഓഫർ ഉണ്ടെന്ന് കേട്ട് അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത്. പിന്നെ ഒരു പെപ്സിയും വാങ്ങി. ഞങ്ങൾക്കത് റാഹത്താണ്. അപ്പോൾ വഴി തെറ്റിപ്പോയെന്ന് അങ്ങോട്ടൊക്കെ പോകണുണ്ടത്. പിന്നെ ഇക്കാക്ക വന്ന് പിടിച്ച് ഞങ്ങൾ അത് കഴിച്ച് പിന്നെ നേരെ ഞങ്ങൾ അയലോക്കൊച്ചി പോയി. സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരറിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. കുറേ ആയി ഞങ്ങൾ ഫുൾ രാത്രിയാണ് വന്നത്. ഈ വൈകുന്നേരം വന്നത് കേട്ടോ. എൻ്റെ പൊന്നു ഒരു വട്ടം കടയിൽ ഞങ്ങൾ വന്നിട്ടുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ്. എൻ്റെ പൊന്നു എന്തുവാ ഇപ്പം നോക്കിക്ക്, ഭയങ്കര വൈബ്. ആ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റൊക്കെ ഇല്ലേ, എൻ്റെ പൊന്നു രക്ഷയില്ല കേട്ടോ. കാരണം കുറേ ഞങ്ങൾ നടന്നുപോയി. നമുക്ക് ആ വൈബിലങ്ങ് പോകാൻ നല്ല രസമാണ്. പിന്നെ എൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങാൻ പറ്റുമോയെന്നൊക്കെ അറിയണത്. കാരണം ഇങ്ങോട്ട് അധികം വരാറില്ല. അങ്ങനെ വെള്ളമൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരം പോയില്ല. മഴയൊക്കെ പെയ്താലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാലും ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങൾ ഫോറം മാളിലേക്ക് വിട്ട്. കാരണം ടൈം പോകണ്ടേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ മോമോസ് ഓർഡർ ചെയ്ത് അവിടെ കഴിച്ച്. പിന്നെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടാകുന്ന കേട്ടോ, പാട്ടൊക്കെ കേട്ട് മോമോസൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓരോ പിസ്സയും വാങ്ങി. അതിനൊപ്പം ഒരു പിസ്സ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ നൈസായിട്ട് അതും കഴിച്ച്. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ടാറ്റാ ബൈ ബൈ.